കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശം നിലമ്പൂരിനെ ഇളക്കി മറിക്കുന്നതായിരുന്നു. 21 ദിവസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇന്നലെ 6 മണിയോടെ അവസാനം കുറിച്ചത്. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ നിർണായക നിമിഷങ്ങൾ. 3 മുന്നണികളും തങ്ങളുടെ ശക്തി തെളിയിക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന കാഴ്ചയായിരുന്നു നിലമ്പൂരിൽ കണ്ടത്. ഇതിനൊക്കെ ഇടയിൽ അൻവർ കളത്തിൽ നിറഞ്ഞു എന്ന് വേണം കരുതാൻ. മുന്നണി സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട കൊട്ടിക്കലാശത്തിന്റെ ഓളത്തിൽ നഗരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അൻവർ വീടുകൾ കയറിയും കടകൾ കയറിയും തന്റെ പ്രചരണം കൊഴുപ്പിക്കുകയായിരുന്നു. UDF വഴിക്കടവിൽ നിന്നും ആരംഭിച്ച വൻ റാലി എടക്കര, കരുളായി, പോത്തുകൽ വഴി നിലമ്പൂരിൽ പ്രവേശിച്ചപ്പോൾ ഒരു ജനസമുദ്രമായി മാറി. ആവേശം ഒട്ടും ചോരാതെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആ ജനബാഹുല്യത്തെ അഭിസംബോധന ചെയ്തു. തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഷൗക്കത്ത് ആയിരങ്ങളുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങി അവർക്ക് പ്രചോദനമായി മാറി. ഷൗക്കത്തിനൊപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, DCC പ്രസിഡന്റ് VS ജോയി, ഷാഫി പറമ്പിൽ, ഫിറോസ് തുടങ്ങിയ യുവ നേതാക്കളും അണിനിരന്നപ്പോൾ ജനത്തിന് ഒരു വൻ ആവേശമായി മാറുകയായിരുന്നു. നിലമ്പൂരിൽ ഓരോ മുന്നണികൾക്കും പ്രത്യേകം തയ്യാറാക്കിയ ഇടങ്ങളിലാണ് പ്രചരണം അവസാനിപ്പിക്കാൻ ക്രമീകരിച്ചിരുന്നത്. എങ്കിലും പാർട്ടികൾ ഇറങ്ങി നഗരത്തിൽ നിരന്നതോടെ അക്ഷരാർത്ഥത്തിൽ കായലും കടലും ഒന്നിച്ച പോലെയായി നിലമ്പൂരിൽ. ഇഞ്ചോടിഞ്ച് മുട്ടിയുരുമി പ്രവർത്തകർ ആവേശത്തിരയിളക്കുമ്പോൾ ഒരു തീപ്പൊരി പോലും വരാതെ സ്വയം നിയന്ത്രണത്തിൽ നിലമ്പൂർ ജനത ആ ആവേശ നിമിഷങ്ങൾ കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ നാളെ പോളിംഗ് ബൂത്തിലും ഈ അച്ചടക്കത്തോടെ പക്വതയോടെ തിരഞ്ഞെടുപ്പിനെ ജനം കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് തുടങ്ങി 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണ് ഇവിടെയുള്ളത്. ആകെ ഇവിടുത്തെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 2,32,384 അതിൽ 1,13,486 പുരുഷ വോട്ടർമാരും 1,18,889 സ്ത്രീ വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഉള്ളത്. ഈ വോട്ടുകളിൽ ഉറപ്പുള്ള പാർട്ടി മുന്നണി വോട്ടുകൾ 60% മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന 40% വോട്ടുകളാണ് വിധി നിർണ്ണയിക്കുക. ഈ 40%-ൽ 20% ചെറുകിട പാർട്ടികൾ ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികളിലേക്ക് വീതിക്കപ്പെടുകയും ബാക്കിയുള്ള 20% വിജയത്തിനെ നിർണ്ണയിക്കുകയും ചെയ്യും. ആ 20% വേണ്ടിയാണ് ഇപ്പോൾ നിശബ്ദ പ്രചരണത്തിൻ്റെ തീവ്രതയിലേക്ക് പാർട്ടികൾ കടന്നിട്ടുള്ളത്. അവിടെയും UDFിൻ്റെ കുതിപ്പ് നമുക്ക് കാണാം. വീടുകളും കടകളും ഉന്നതികളും ഒക്കെ സന്ദർശിച്ചുള്ള പ്രചരണം കൊഴുപ്പിക്കുകയാണ് UDF. LDFിന് പക്ഷേ വിടാതെ തങ്ങളെ പിടികൂടിയ വർഗീയ തീവ്രവാദ കൂട്ടുകെട്ടിൻ്റെ വിവാദങ്ങൾ പുകഞ്ഞു കത്തുകയാണ്. PDP SDPI കൂട്ടുകെട്ടിൽ കരണം മറിഞ്ഞ് നിക്കക്കള്ളിയില്ലാതെ UDFിന് മേൽ ആക്രമിക്കാൻ മുന്നിട്ടിറങ്ങിയ CPM തങ്ങളുടെ ഇക്കാലങ്ങളിലെ തീവ്രവാദ വർഗീയ പാർട്ടികളുടെ ബാന്ധവം മറയ്ക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ ഇന്നലെ പാർട്ടി സെക്രട്ടറി പറയുന്നു 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ RSSുമായി ബാന്ധവം പുലർത്തിയിരുന്നു എന്ന്. ഏറ്റവും കൂടുതൽ വർഗീയതയ്ക്കെതിരെ ഘോരം പ്രസംഗിക്കുന്ന CPM യഥാർത്ഥ അജണ്ടയാണ് ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം തിരഞ്ഞെടുപ്പിലെ വിജയത്തിനു വേണ്ടി CPM പാർട്ടി ഏത് നെറികെട്ട നീക്കുപോക്കിനും തയ്യാറാവും എന്നല്ലേ? അപ്പോൾ നിലമ്പൂരിൽ BJP വോട്ടിന്റെ അടിയൊഴുക്കുകൾ LDFിലേക്ക് എന്നതല്ലേ സൂചനകൾ? വർഗീയ സംഘപരിവാർ ബാന്ധവം ഏത് വർഗീയ കൂട്ടുകൂടിയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPM LDF കാണിക്കുന്ന രാഷ്ട്രീയ നെറികേടുകൾ അവരുടെ തന്നെ തായ്വേരുകൾ അറക്കുന്ന നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് നിലമ്പൂരിൽ 23-ന് തെളിവാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.